മുഖ്യമന്ത്രിയെ വിമർശിച്ച നേതാക്കൾക്കെതിരെ നടപടിക്ക് വി.ഡി. സതീശൻ പക്ഷം. ജിൻഡോ ജോണിനെയും വി.ആർ. അനൂപിനെയും മാധ്യമ വക്താവ് സ്ഥാനത്ത് നീക്കാൻ കെ.പി.സി.സി കത്ത്. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിലേക്ക് മുഖ്യമന്ത്രിക്ക് ക്ഷണമില്ല. കെ.സി. വേണുഗോപാൽ ഉദ്ഘാടകൻ. ടാറ്റയുടെ 10,000 കോടിയുടെ നിക്ഷേപം മുഖ്യമന്ത്രിയുടെ അവകാശം തള്ളി കമ്പനി. ദക്ഷിണേന്ത്യയിൽ എവിടെയും കപ്പൽ നിർമ്മാണശാലയിൽ നിക്ഷേപിക്കാൻ പദ്ധതിയില്ലെന്ന് ടാറ്റ. കമ്പനിയെ ഉദ്ധരിച്ച് എക്കണോമിക് ടൈംസിന്റെ വാർത്ത. വിഴിഞ്ഞത്ത് ടാറ്റ 10,000 കോടി നിക്ഷേപിക്കുമെന്ന് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വി.ഡി. സതീശൻ. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ വിട്ടുവീഴ്ചയില്ലാതെ CPM. വിഷയം കഴിഞ്ഞ കാര്യം തന്നെയെന്ന് പിണറായി വിജയൻ. ബിനോയ് വിശ്വത്തിന്റെ എതിർപ്പ് ചർച്ച ചെയ്യുമെന്നും വിശദീകരണം. ചർച്ചയ്ക്ക് തയ്യാറെന്ന് ബിനോയ് വിശ്വം. എം.ആർ. അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയില്ല. വകുപ്പ് തല അന്വേഷണത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നേക്കുമെന്ന സൂചന. വിശദീകരണം തേടാനും സാധ്യത. ഗൺമാന്റെ മർദ്ദനമേറ്റ കെ.ഡി. തോമസ് MLA-യും അജയ് ജുവൽ കുര്യാക്കോസും മുഖ്യമന്ത്രിയെ കാണും. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പ്രവർത്തനം തൃപ്തികരമെന്ന് നേതൃത്വം. പേഴ്സണൽ സ്റ്റാഫ് നിയമന വിവാദവും ചർച്ചയായി. യോഗം നടന്നത് രാവിലെ പാണക്കാട്. കുതിച്ചുപാഞ്ഞ് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ. ഹരിയാനയിൽ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഹരിയാനയിലെ ജിന്ദിനും സോനിപ്പത്തിനുമിടയിൽ സർവീസ്. ഹൈഡ്രജൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഗതാഗതമെന്ന അപൂർവ നേട്ടത്തിലേക്ക് ഇന്ത്യയും. നീറ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. 50% പെൺകുട്ടികൾ. സംസ്ഥാന തലത്തിൽ 1ാം റാങ്ക് കരുനാഗപ്പള്ളി സ്വദേശി നീരജന്. +1 പരീക്ഷാ ഫലമുടൻ. സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലെന്ന് മന്ത്രി. ദീർഘകാലാടിസ്ഥാനത്തിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂവെന്നും സണ്ണി ജോസഫ്. പ്രതിസന്ധി നേരിടാൻ സർക്കാർ തയ്യാറെടുപ്പ് നടത്തിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്തെ 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. തൃശൂരിൽ തീവ്ര മഴ. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. കനത്ത കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്.